വെൽക്കം ടു എഫ് കുക്കറി വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ബീഫ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, അതേസമയം വളരെയധികം ടേസ്റ്റുള്ള ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് 2 സവാളയാണ്. ചെറിയ സൈസിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. 1/2 കിലോയോളം വരുന്ന ബീഫും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്യാൻ വെച്ച ബീഫാണ്. അത് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടി നല്ല രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ ഉപ്പ് വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതിൻ്റെ എല്ലാം കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാവേ, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും ഇട്ടതിന് ശേഷം ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കുക. ഞാനിവിടെ വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. ഇനി വെള്ളമില്ലാത്ത ബീഫാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് വേവിച്ചെടുക്കുക. ഇനി അടുപ്പിലേക്കൊരു പാൻ വയ്ക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ചെടുക്കുക. താളിച്ചെടുത്തതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് നല്ല രീതിയിൽ അത് ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഡ്രൈ ആക്കേണ്ട, സെമി ഗ്രേവി പരുവത്തിൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. ഗീ റൈസിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.